ലീഡേഴ്സ് ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ L-ആർജിനൈൻ. അതായത് തളർന്ന ഞരമ്പിലൂടെ വളരെ നല്ല രീതിയിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും നമ്മളെ വെയിൻസിലൂടെ നമുക്ക് ഓക്സിജൻ കടത്തിവിടുന്നതിനൊക്കെയാണ് നമ്മൾ L-ആർജിനൈൻ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈ BP ഒക്കെ ഉള്ള ആളുകൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ L-ആർജിനൈൻ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് നമ്മൾ L-ആർജിനൈൻ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മളെ ശരീരത്തിലുള്ള ഓരോ ക്യാപ്പിലറീസിൻ്റെ ഉള്ളിലും ബ്ലോക്ക് ഇല്ലാതിരിക്കുന്നതിനൊക്കെ കേട്ടോ, ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക് പോലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും സ്ട്രോക്ക് ഒന്നും വരാതിരിക്കാനൊക്കെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് നമ്മളെ L-ആർജിനൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള, ഓക്സിജൻ നല്ല രീതിയിലേക്ക് ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് L-ആർജിനൈൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഇത് നമുക്ക് ഒരു എനർജി ആയിട്ട് നിങ്ങളെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ അമോണിയ, മീനിലൊക്കെ ഇട്ടിട്ടുള്ള അമോണിയ, ഇതിങ്ങനെയുള്ള ടോക്സിൻസ് ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതിനൊക്കെ പുറന്തള്ളാനും നമ്മളെ L-ആർജിനൈൻ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മളെ L-ആർജിനൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രീ റാഡിക്കൽ അറ്റാക്കിനൊക്കെ വളരെ നല്ല രീതിയിൽ തടഞ്ഞുകൊണ്ട് നമ്മളെ ശരീരത്തെ സംരക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് L-ആർജിനൈൻ. പ്രത്യേകിച്ച് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഹൈ കൊളസ്ട്രോളുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല BP, ഹൈ പ്രഷറുള്ള ആളുകൾക്കൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ L-ആർജിനൈൻ പറഞ്ഞു കൊടുക്കണം. നമ്മളെ വീട്ടിലൊക്കെ ഇത് സ്റ്റോക്ക് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പം നമുക്കിത് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ പൗഡർ, L-ആർജിനൈൻ എന്ന് പറയുന്ന ഈ ഒരു പൗഡർ നമ്മളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഇട്ടിട്ട് കാണിച്ചു തരുവാണ് കേട്ടോ. ഞാനിത് ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലൊരു എനർജി തിരിച്ചു കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മളെ നോർമൽ വാട്ടർ ഉപയോഗിക്കുക. ഇതിൽ നമ്മൾ ഒരിക്കലും മെറ്റലൊന്നും ഉപയോഗിക്കരുത്. അതായത് നമ്മളെ സ്റ്റീൽ കപ്പ്, അതുപോലെ സ്റ്റീലിൻ്റെ ടീസ്പൂണ്, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ഷെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ് തന്നെ വെച്ചിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ മെറ്റലൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതായത് സ്റ്റീൽ കപ്പ്, സ്റ്റീലിൻ്റെ ടീസ്പൂൺ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും. ഇതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉപയോഗിക്കരുത് എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഗ്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് L-ആർജിനൈൻ ആണ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും, നല്ല എനർജി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ MC ഒക്കെ ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുക. അതുപോലെ ലോങ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഞാനിത് വെക്കാറുണ്ട് കയ്യിൽ. അതായത് നമുക്ക് ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണം, പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരിക, അസ്വസ്ഥത, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റാണ് L-ആർജിനൈൻ കേട്ടോ. നമുക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കുറച്ചുകൂടി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അടിപൊളി പ്രൊഡക്റ്റാണ് L-ആർജിനൈൻ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ L-ആർജിനൈൻ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ വിട്ടുമാറാത്ത അലർജി, ശ്വാസമുട്ടൽ, ഇതൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഓക്സിജനൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ശരീരത്തിലേക്ക് ഓക്സിജൻ കൊടുക്കുന്നതിനൊക്കെ നമ്മൾ L-ആർജിനൈൻ സഹായിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്, പറഞ്ഞാൽ തീരുന്നതല്ല L-ആർജിനൈൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അത് കഴിക്കേണ്ട രീതി അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും മറ്റുള്ള ടീസ്പൂണോ കാര്യങ്ങളോ, അതായത് നമ്മൾ സ്റ്റീലിൻ്റെ ടീസ്പൂണോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. കുപ്പി ഗ്ലാസ്സിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൂടിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.